തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. അണ്ണനത അങ്ങനെ മന്ദം മന്ദം വേദിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നല്ല സ്റ്റൈലാണല്ലോ ഒന്ന്. പിന്നെ എന്തൊക്കെ വിശേഷം? ഞാൻ പുതിയ സ്കൂളിൽ ചേർന്നു. പഴയ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടോ? അല്ല, അവിടെ 7th വരെ ഉള്ളൂ. ഓ അങ്ങനെ. ഇപ്പൊ 8ലേക്കായോ? അണ്ണനെ 8ലായോ? വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. 7ാം ക്ലാസ് വരെ വേറെ സ്കൂളിലോട്ട് പോകുമ്പോ സങ്കടം ഉണ്ടോ? അവിടെ പഠിച്ചിട്ട് പഴയ കൂട്ടുകാരെല്ലാരും കൂടെ വരുമല്ലോ അല്ലേ? അല്ല, അവരും വേറെ സ്കൂളിൽ ചേരും. മോന്റെ ഫ്രണ്ട്സ് എത്ര പേരുണ്ട് പുതിയ സ്കൂളില്? നൈതികുണ്ട്, കൂടെ കുറച്ചു പേരുണ്ട് അപ്പോ അല്ലേ? അതൊരു ആശ്വാസം. എനിക്ക് 8ാം ക്ലാസ് പേടിയാണ്. എന്തിനാ പേടി? നോട്ട് പാസ്. ഓൾ പാസ് ഇല്ല ഇപ്പൊ. പഠിച്ചാ മതി. നന്നായിട്ട് പഠിച്ചാ പിന്നെ പേടിക്കണ്ടല്ലോ. ജയിക്കാൻ പാടൊന്നുമില്ല. അണ്ണൻ ബുദ്ധിമാനല്ലേ? അതെ, റെഡി അല്ലേ? ചൈത്ര നിലാവിന്റെ പാട്ട്. സിനിമ ഒരാൾ മാത്രം, വർഷം 1997, ലിറിക്സ് കൈതപ്രം സാറ്, മ്യൂസിക് ജോൺസൺ മാഷ്, പാടിയത് യേശുദാസ് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവിൽ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവിൽ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ. അഭിലാഷമുണരും സ്വപ്നങ്ങൾ ഹംസമായി ദൂത് ചൊല്ലും. മൊഴികളിൽ അഭിലാഷമുണരും സ്വപ്നങ്ങൾ ഹംസമായി ദൂത് ചൊല്ലും. ആദ്യ സമാഗമ മധുരാനുഭൂതി അറിയാതെ നാം ഒന്നു ചേരും, അറിയാതെ നാം ഒന്നു ചേരും. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ
അടയ്ക്കാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓർക്കസ്ട്ര സൂപ്പർ. അണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവദർശ് അല്ലേ? തനിക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഓ പെട്ടെന്ന് കൊള്ളാം, അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. വലിയ അണ്ണനാ. ബേസ് പോർഷൻ സ്ലിപ്പായി പോയി. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് പറഞ്ഞല്ലോ സത്യസന്ധമായിട്ട്. അതിന് ആദ്യം തന്നെ ഒരു കൈ. ഓക്കെ, Thank you, sir. നന്നായിരുന്നു. പല്ലവി അടിപൊളിയായിട്ട് പാടി, ഹമ്മിങ് നന്നായിരുന്നു. കാര്യം ഈ കിളിനാഥാണെങ്കിലും, അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ശബ്ദമാണെങ്കിലും അതിനൊരു പ്രത്യേക സുഖം ഉണ്ടാണ് പാടുമ്പോൾ. പിന്നെ അനുപല്ലവി മിഴികളിൽ നീലാമ്പൽ വിടരും, അതായത് രണ്ടാമത്തെ വിടരും എന്ന് പാടി. മിഴികളിൽ നീലാമ്പൽ വിടരും വിടരും, വിടരും അതെ വിടരും, വിടരും. അതെ അതാണ് അനുപല്ലവിയിൽ പറ്റിയത്. ബാക്കിയൊക്കെ നന്നായിരുന്നു. അറിയാതെ നാമൊന്നു ചേരും, അറിയാതെ നാമൊന്നു ചേരും എന്നൊക്കെ കേൾക്കാൻ എന്ത് രസമായിരുന്നു. കവിതയായി എൻ മുന്നിൽ നീ തെളിയും, അതൊക്കെ നല്ല ഭംഗിയായിട്ട് പാടി. അപ്പൊ എന്തായാലും അണ്ണൻ കലക്കി, മിടുക്കനാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ദേവൂട്ടാ, നിന്നെ ഞാൻ എന്ത് വിളിക്കണം? അണ്ണനെ വിളിക്കണോ ദേവൂട്ടാന്ന് വിളിക്കണോ അതോ ദേവദർശിയെ? എന്നെ കണ്ണൻ നേന്ന് വിളിക്കാൻ. കണ്ണൻ പേരുണ്ടോ? ഈ അണ്ണനെ അങ്ങനെയായിരുന്നു പേര്, അത് അണ്ണനാക്കി. എടാ അണ്ണനല്ലേടാ നല്ലത്, കണ്ണനൊക്കെ എല്ലാരും വിളിക്കുന്നത്. അതെ അതെ. കണ്ണാ എന്തോ മഞ്ഞലിഞ്ഞ പകലാവാം ഞാൻ, നെഞ്ഞുരുമ്മും ഒരു പൂവാവാം, കൂടെ നിന്നു നിഴലാവാം ഞാൻ പൊന്നേ. റിമിമോളിന്ന് വിളിക്കണ പോലെ ഉണ്ടല്ലേ? പക്ഷെ റിമിമോള് കാര്യം കുറച്ചാളായി കേട്ടിട്ട്. വിളിച്ചേടാ ഒന്ന് കേക്കട്ടെ. റിമിമോളെ. ഒരു സ്നേഹ കവിതയോ മദന കാവ്യമോ നീയാ. മോനെ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല സോങ് സെലക്ഷൻ. മോൻ നന്നായിട്ട് പാടി. ഇപ്പൊ ഈ ബേസ് പോർഷൻ അത് പോട്ടെ, പക്ഷെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞ ആ കാർമുകിൽ നിറമണിയും, ആഹാ എന്ത് രസമായിരുന്നു. അതുപോലെ രണ്ടാമത് പാടിയില്ലേ, മിഴികളിൽ നീലാമ്പൽ വിടരും. അങ്ങനത്തെ സംഗതികൾ ഭയങ്കര, അത് ഈ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് എന്ത് രസമായിട്ടാണ് മക്കൾ എടുത്തത്. എനിക്ക് ഇത് കേട്ടപ്പോഴേ ബിന്യാൻഡി പണ്ട് ഈ മീരാ ഭജൻസ് കമ്പോസ് ചെയ്യുമായിരുന്നു. കമ്പോസ് ചെയ്യുന്നില്ല, ഇപ്പോഴും ചെയ്യും. അതിൽ 2 വരി പാടാം. മാരാ ലഗിയാ ഘർ ആയാ ജി, മാരാ ലഗിയാ ഘർ ആയാ ജി, ആയാ ജി, ഹില മില മംഗള ഗായാ ജി, ഗായാ ജി, മാരാ ലഗിയാ ഘർ ആയാ ജി, ആയാ ജി, ഹില മില മംഗള ഗായാ ജി, ഗായാ ജി. ഞാൻ അതിൽ ശ്വേത ആദ്യമായിട്ട് രാജാ സാറിന്റെ അടുത്തും എല്ലായിടത്തും കമ്പോസേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ ആദ്യം പാടാനായിട്ട്, അപ്പൊ ആദ്യം പാടിയത് ഞാൻ കമ്പോസ് ചെയ്ത ഒരു ശുദ്ധസാരംഗ് ശ്യാം കല്യാൺ മിക്സ് ചെയ്തുള്ള ഒരു അഷ്ടപതിയാ പാടിയത്. അത് കേട്ട് രാജാ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ജോൺസൺ ചേട്ടൻ ഈ രാഗത്തില് കല്യാണിയില് അർമാദിച്ചിട്ടുണ്ട് കുറെ. ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ രാഗിണി അത് മിക്സ് ചെയ്ത് ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. തരരരിരര തരരിരര. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ
കണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അനുരാഗിണി ഇതായൻ കരളേ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളേ വിരിഞ്ഞ പൂക്കൾ ശാബാഷ് ശാബാഷ് ശാബാഷ്. അണ്ണാ വേറെ ഒന്നും പറയല്ലടാ, എനിക്ക് അതിന്റെ പല്ലവി തന്നെ എന്ത് ടഫാ. അതില് നിന്റെ കുനുകുനുകുനാന്നുള്ള ചില സംഗതികള്, പിന്നെ നിന്റെ ഫീല്, ഇതൊക്കെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ബൈ ബർത്തിൽ നമുക്ക് കിട്ടുന്ന ചില അതെ, സംഭവങ്ങളുണ്ട്. അതെ. അണ്ണന് മാത്രം അണ്ണന്റേതായ ഒരു യുണീക് സ്റ്റൈലുണ്ട് കേട്ടോ. സൂപ്പറായി. എന്താ ലൈഫിൽ ഇപ്പൊ ഇത്ര സന്തോഷം അത് പറ. അതെ, ഇന്നൊരു സ്പെഷ്യൽ സന്തോഷം പ്രത്യേക സന്തോഷമുണ്ട്. ഒരു മുഖപ്രസാദം എന്ന്. സന്തോഷം അങ്ങനെയില്ല. രാവിലെ പല്ലൊക്കെ പൊരിഞ്ഞു. പല്ലൊക്കെ? പല്ലൊക്കെ പൊരിഞ്ഞു. പല്ലൊക്കെ പോയി പോയോ? പൊരിഞ്ഞോ? ഓക്കേ, എങ്ങനെയാണ് ഓക്കേ. സന്തോഷം ഇത്ര? സന്തോഷം എന്ന് വെച്ചാ അങ്ങനെ സന്തോഷം ഇല്ല, പക്ഷെ എന്തോ ഒരു സന്തോഷം ഉണ്ട്. ഉണ്ട്, മുഖത്തൊരു അതെ, ചിരി അതെ, അല്ലേ? അതെ, അറിയാൻ അതെ. പറ്റൂല. ഇന്ന് ഇഷ്ടമുള്ള എന്തോ ഒരു ഭക്ഷണം കഴിച്ചു, അതാണോ? അതിന്ന് കുളിച്ചു രാവിലെ. അതല്ല. പിന്നെ? ഒന്ന് ബാക്കിൽ നോക്കി. ബാങ്കിലോ? അയ്യോ ഒന്നുമില്ല. ശരി, എന്തോ ഉണ്ട്, അത് അവൻ അറിയാം. അതെ, ശരി, അതെ. ആയിക്കോട്ടെ. എന്തായാലും ആ സന്തോഷം അങ്ങനെ തന്നെ നിക്കട്ടെ. നിന്റെ മുഖത്ത് ഇങ്ങനെ ചിരി കാണുന്ന നമുക്ക് സന്തോഷം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ അണ്ണന് ഇന്ന് നന്നായിട്ട് പാടി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ അണ്ണന് തരുന്ന മാർക്ക് 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. നീ വെയിറ്റ്. അയ്യോ എന്റെ അമ്മേ, ഇതാരത്? സ്പൈഡർമാന്റെ കുഞ്ഞാണോ ഇത്? എന്താ മനസ്സിലായില്ല എനിക്ക്. എടാ അണ്ണാ, അയ്യോ നീ വരാനായിരുന്നു. ഞാൻ വിളിച്ച് നടക്കാലേ. കാര്യൊക്കെ മനസ്സിലായി എനിക്ക്. എന്താന്നറിയാ? എന്താ മതമെങ്കിലും മനസ്സിലായി. എന്താണ്? പിന്നെ എനിക്ക് മനസ്സിലായോ? ഇല്ല. രണ്ടുപേരും കൂടെ റിമിക്ക് വേണ്ടി വഴക്കൂടാനെന്ന് മനസ്സിലായി. വിഷ്ണു മാമ ഏ? ഫോട്ടോ ഇടും. എടാ അണ്ണാ, ഇപ്പം കണ്ടോ നിന്റെ റിമിമോളൊക്കെ വെട്ടി ഇപ്പം സ്പൈഡർമാനും സ്പൈഡർ ബൂമണുമായി. സൈബർ സ്പൈഡർ വുമൻ അല്ലേ? പിന്നെ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഷീൽഡ് ആരതാ? ക്യാപ്റ്റൻ അമേരിക്കയുടെ ആണോ? ക്യാപ്റ്റൻ അമേരിക്കയുടെ ആണ്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈലിൽ നിന്ന് ഒരു പയ്യനാണോ പെങ്കൊച്ചാണെന്ന് അറിയത്തില്ല. അവരുദ്ദേശിച്ചത് ഇതായിരുന്നു ആദ്യം. ഇതാണ് അവർ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന്. ഈ പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാണോ പറഞ്ഞു ഇത് വെച്ചതാ. പക്ഷെ അതും വിചാരിച്ചില്ല ഇത് ഇത്ര കേറി ലൈക്ക് കിട്ടുന്ന ഒരു ഫോട്ടോ ആയി മാറുമെന്ന്. അപ്പൊ ഇതിലെ ഈ ഷീൽഡ് എന്തോ എനിക്ക് ഇതിനെപ്പറ്റി അത്രയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ഇംഗ്ലീഷ് സിനിമ കറക്റ്റ് ആയിട്ട് കാണുന്നവർക്ക് ഇത് ഓരോ ഇതുണ്ടല്ലോ. ക്യാപ്റ്റൻ അമേരിക്ക അത് ഇതായിരുന്നു ഉദ്ദേശിച്ച പുള്ളി. ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ഭയങ്കര കൂട്ടൊന്നും വേണ്ട, ഈ സ്പൈഡർമാൻ ആയിട്ട് മതി. എനിക്ക് മതിടാ, എനിക്ക് നിങ്ങളൊക്കെ മതി. എനിക്ക് ഇത് തന്നെ, എനിക്ക് വേണ്ട. ഇവരെ ആരും വേണ്ട. ഇതാരാ ഇത്? ഒന്ന് അങ്ങോട്ട് പോയി കാണാൻ. അതാണല്ലേ? ഓ ശരി. ആഹാ, ദേ ശരിക്കും സ്പൈഡർമാൻ നടക്കണ പോലെ തന്നെ അല്ലേ? ദേ ചാടണ പോലെ അതുപോലെ തന്നെ. ദേ, ദൈവമേ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലാഷ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി അണ്ണനെയാണോ അതോ സ്പൈഡർമാനെയാണോ കൂടുതൽ ഇഷ്ടം? നമ്മളൊരാളെ സ്നേഹിച്ച അയാൾ പിന്നെ ഇനിയിപ്പോ വേറെ എന്ത് സ്പൈഡർമാൻ വന്നാലും നമ്മൾ അങ്ങനെ മാറാൻ പറ്റില്ലല്ലോ. അപ്പൊ അണ്ണനോട് തന്നെ. അണ്ണൻ ഒരു ഫേവറേറ്റ് ആണ്. പക്ഷെ ആര്യൻ എന്റെ എല്ലാം എല്ലാം എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. അങ്ങനെ ശരിയാവില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? ഒരാൾ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക്. അതെന്താ? അത് ഒരാൾ മാറി നിന്നാ ഒരാളെ പറയും. അങ്ങനെയാ. അല്ലെങ്കിൽ ചെവി ഒത്തു നിക്കണം, അപ്പം വേണം പറയും. അത് ശരി. അങ്ങനെയല്ല, അങ്ങനെയല്ല. അപ്പൊ ഈ ചെവി ആരും മൊത്തം. ശരി, ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കട്ടെ. നിങ്ങൾ തന്നെ തീരുമാനിക്കേ എന്റെ ആൾ ആരാന്ന്. നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ആരെയായിരിക്കും ഒരു ഇടി നടക്കും. തമ്മിത്തല്ല. ആണോ? മതിയോ? ആര്യനെ ആക്കിയാ മതിയോ? മതിയോ? ഇഷ്ടല്ലേ?
അപ്പൊ അനക്ക് ഇഷ്ടമല്ല അല്ലേ? ഇല്ലാണ്ടല്ല. എന്തൊരു വിശാല മനസ്സാണ് പിന്നെ എന്താണ് അത്? അണ്ണന്റെ. പിന്നെന്താ അങ്ങനെ ഇഷ്ടമില്ലാച്ചല്ല പിന്നെ ഒന്നും ശരിയാവില്ല അല്ലേ? ഒരു തർക്കം ഉണ്ടാകണ്ട. സമാധാന പ്രിയ സമാധാനാണ്. കൊച്ചു അതെ, കേട്ടോ. അതെ. അപ്പൊ എനിക്ക് നിന്നെ വേണോടാ. എനിക്ക് നിന്നെ മതിയെന്ന്. ആരെ ആരെ എനിക്ക് രണ്ടു വേണം വേണം. ആദ്യം പറഞ്ഞത് ആരാ? എനിക്ക് നിന്നെ. അപ്പൊ ഇങ്ങോട്ടാണല്ലോ പോയത്. എന്തായാലും രണ്ടുപേരെ ഇഷ്ടമാണ്. ഓക്കെ, ഒരു സ്പൈഡർമാൻ ആൻഡ് സ്പൈഡർ വുമൺ പൂക്കുറ്റി. സ്പൈഡർമാനെ വാ, നമുക്ക് ഒരുമിച്ച് പോകും. ആ ശരി. ോളം സമാനതകളില്ലാത്ത രുചി. LG കായം.